റഷ്യയോ ചൈനയോ ദുരൂഹതകൾ ബാക്കിയാക്കി അമേരിക്കയുടെ ആകാശത്ത് വീണ്ടും ഡ്രോണുകളുടെ വിളയാട്ടം. കഴിഞ്ഞ തവണ ന്യൂജേഴ്സിയുടെ ആകാശത്തായിരുന്നുവെങ്കിൽ ഇക്കുറി അല്പം കൂടി കടന്ന് അത് ന്യൂയോർക്കിന്റെയും പെൻസിൽവേനിയയുടെയും കണക്റ്റിക്കട്ടിന്റെയും ടെക്സാസിന്റെയും ഓക്ലഹോമയുടെയും കാലിഫോർണിയയുടെയും ഒക്കെ ആകാശത്താണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ജർമ്മനി തുടങ്ങി 12 രാജ്യങ്ങൾക്ക് മുകളിലും ഈ അസാധാരണ കാഴ്ച കണ്ടു തുടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്താണ് നടക്കുന്നതെന്നതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പരക്കുകയാണ്. ചില അമേരിക്കക്കാർ സ്വന്തം സർക്കാർ തന്നെയായിരിക്കാം ഡ്രോൺ പറത്തുന്നതെന്ന് ആരോപിക്കുമ്പോൾ, വേറെ ചിലർ ഇറാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളായിരിക്കാം അവയ്ക്ക് പിന്നിലെന്ന് ഭയക്കുന്നു. മറ്റു ചിലർ ഇത് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമാണെന്നും പറയുന്നുണ്ട്. നവംബർ മധ്യത്തിലാണ് ന്യൂജേഴ്സിക്ക് മുകളിൽ ഡ്രോൺ പറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. വിവിധയിടങ്ങളിൽ കണ്ടുവെന്ന് പറയപ്പെടുന്ന ഡ്രോൺ പറ്റങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ന്യൂജേഴ്സിക്ക് മുകളിൽ കാണപ്പെടുന്ന ഡ്രോൺ കൂട്ടങ്ങൾ ചിലപ്പോഴൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ മണിക്കൂറോളം നിൽക്കുന്നുവെന്നും ആരോപണമുണ്ട്. ഡെയിലി മെയിലിനോട് സംസാരിച്ച 2 ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ദൃക്സാക്ഷികളുടെ വിവരണങ്ങൾ ശരിയാണെങ്കിൽ ഇവ റഷ്യയുടെ ഒർലാൻ 10 ഡ്രോണുകളാകാമെന്നാണ്. ഇവ 3 മുതൽ 5 എണ്ണം ഒരുമിച്ച് ചേർന്നേ പറക്കാറുള്ളൂ എന്നവർ പറയുന്നു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക നിലപാടാണ്. ഡ്രോണുകൾ കണ്ടു എന്നതിന് ഒരു തെളിവുമില്ലെന്നാണ് വാദം. ഡ്രോൺ ആണെന്ന് തോന്നിയത് പൈലറ്റുമാർ പറപ്പിക്കുന്ന ലൈസൻസ് ഉള്ള വിമാനങ്ങളാണെന്നും വൈറ്റ് ഹൌസ് പറയുന്നുണ്ട്. US ആർമി ജനറൽ ഡാരിൽ വില്യംസ് പറയുന്നത്, യുക്രൈനെ സഹായിക്കുന്നതിനാൽ അമേരിക്കയുടെയും നാറ്റോയുടെയും കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്ന റഷ്യൻ ഡ്രോണുകളാകാം ഇതെന്നാണ്. എന്നാൽ ഇത്തരം വാദങ്ങൾക്കൊന്നും ഒരു തെളിവുമില്ലെന്ന നിലപാടിലാണ് പെന്റഗൺ.